Very good morning. Last class നമ്മൾ ratio, proportion, indices and logarithms first area ratio discuss ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബിസിനസ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ratio, proportion, then indices and logarithms. Okay, so നമ്മൾ റേഷ്യോ ഡിസ്കസ് ചെയ്തു. റേഷ്യോയിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കുറേ പ്രോബ്ലംസ് 40 പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി പ്രപ്പോർഷനെ നോക്കുന്നു. പ്രപ്പോർഷൻ്റെ പ്രോപ്പർട്ടീസ്, ദെൻ നമ്മൾ നോക്കുന്ന ഒരു ഏരിയ ആണ് മിക്സ്ചേഴ്സ്. നമ്മൾ നോർമലി എക്സാമിന് ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്നതാണ് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ്. ദെൻ വേരിയേഷൻസ്. നമ്മൾ ഇന്നത്തെ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രപ്പോർഷനകത്ത് പ്രപ്പോർഷൻ്റെ പ്രോപ്പർട്ടീസ്, എന്താണ് പ്രപ്പോർഷൻ, ഡെഫിനിഷൻ, ദെൻ പ്രോപ്പർട്ടീസ്, ദെൻ രണ്ട് ഏരിയ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ ആൻഡ് വേരിയേഷൻസ്. ഓക്കെ, ദെൻ ഇൻഡിസസിൽ വരെയാണ് നമുക്ക് ചെയ്യുന്നത്. ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടീസ്, ഡെഫിനിഷൻ, ദെൻ പ്രോപ്പർട്ടീസ്, ദെൻ ഒരു കാര്യം വരുന്ന റിസൾട്ട്സ്. ലോഗരിതത്തിൽ നമ്മൾ ലോഗരിതത്തിൻ്റെ ഡെഫിനിഷൻ, ദെൻ പ്രോപ്പർട്ടീസ്, ദെൻ ലോഗരിതം ടേബിൾ യൂസ് ചെയ്യാത്ത ലോഗരിതം കമ്പ്യൂട്ട് ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസ് വെച്ചുള്ള കുറേ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ പ്രപ്പോർഷൻസിൻ്റെ അണ്ടറിൽ പ്രപ്പോർഷൻ്റെ ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്, ദെൻ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ്, വേരിയേഷൻസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രപ്പോർഷൻസ്. എന്താണ് ഒരു പ്രപ്പോർഷൻ മീൻസ് ശ്രദ്ധിക്കാം. An equality of two ratios. An equality of two ratios is called a proportion. That means നമ്മൾ റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരുന്നു. An equality ratio എന്തായിരുന്നു? From A is to B, C is to D. രണ്ട് റേഷ്യോ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഈക്വൽ സൈൻ വന്നാൽ, ഇക്വാലിറ്റി ഉണ്ടോ രണ്ട്, ഇതൊരു റേഷ്യോ ഇത് വേറെ റേഷ്യോ, ഇതിനിടയ്ക്ക് ഒരു ഈക്വൽ സൈൻ വന്നാൽ നോക്കാൻ എന്ത് പറയാം? പ്രപ്പോർഷൻ എന്ന് പറയും. ഓക്കെ, ലെറ്റ് ഫോർ ക്വാണ്ടിറ്റീസ് നോക്കാം. ഡെഫിനിഷൻ: A, B, C, D are said to be in proportion if A is to be equal to C is to D. Also written as A is to B proportion to C is to D. That means, okay, A is to B means എന്താണ് നമുക്കറിയാം? A divided by B. C is to D means C divided by D. Okay, നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ എന്താവും? AD equal to BC. Okay, AD equal to BC. The quantities, okay, A, B, C, D are called the terms of the proportion. A, B, C, D are called C, D are called the first, second and third and fourth terms respectively. Okay, നമ്മൾ ഇപ്പോൾ A, B, C, D, A, B, C, D are said to be in proportion if A is to B equal to C is to D. Okay, A, B, C, D normally എന്താണ് പറയുന്നത്? terms of the proportion. ഇതിനെ ഫസ്റ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. ഓക്കെ, സോ ഇനിയാണ് ശ്രദ്ധിക്കുന്നത്. നമുക്കൊരു ഫസ്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോർമുല വരുന്നത് പ്രപ്പോർഷനകത്ത് എ ബി സി ഡി അല്ലേ. എ ബി സി ഡിയിൽ എ, ബി, സി, ഡി. ഓക്കെ, എയും ഡി എ ആണെന്ന് പറയുന്നത് എക്സ്ട്രീം ടേംസ് ഓർ എക്സ്ട്രീംസ്. B and C are called middle terms or means. B and C എന്നാണ് പറയുന്നത് means. Middle terms or means. A and D are extremes. നമുക്കറിയാം ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലേ, ഇത് എപ്പോഴാണ് പ്രപ്പോർഷൻ ആകുന്നത്? A is to B equal to C is to D. Okay, that means A by B equal to C by D. Cross multiplication property യൂസ് ചെയ്ത് AD equal to BC. that means okay, A and D എന്താണ്? എക്സ്ട്രീം ടേംസ്. B ഉം C എന്താണ്? മിഡിൽ ടേംസ് ഓർ മീൻസ്. നമുക്കപ്പം ഒരു ഫോർമുലയിലേക്ക് എത്താം. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു. സോ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി എന്ന് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷൻ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. ദെൻ നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ. A, B, C are
of same kind, A, B, C are of quantities of same kind and same unit, are said to be in continuous proportion. Okay. So A നമുക്ക് നോർമലി പ്രൊപ്പോർഷൻ എത്രയാണ്? 4 ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ എയും ബിയും സിയും A, B, C, A, B, C are said to be in continuous proportion എന്ന് പറയുന്നപ്പോഴാണ് proportion വേണമെങ്കിൽ എന്ത് വേണം? An equality of two ratios is called a proportion. Therefore ഇത് continuous proportion ആണ് എപ്പോഴാണ്? A is to B equal to B is to C. No, there is two ratios and there is an equal sign between ratio. That means equality of two ratios. You have only three quantities, but if we the three quantities are said to be in continuous proportion if A is to B is equal to B is to C. Okay, cross multiplication property on the A is to B means A by B, B is to C means B by C. Okay, cross multiply B square equal to AC or B equal to root of AC. Now property പറഞ്ഞിരിക്കുന്നത് ABC are said to be in continuous proportion if A is to B equal to C is to, that implies B square equal to AC, B equal to root of AC. ABC are in continuous proportion. Then the middle term B is called mean proportional. Here three terms. അടുത്തൊരു formula ആണ്, very important formula. ABC are said to be in continuous proportion if B square equal to AC or B equal to root of AC. Okay, so that means B is called the mean proportional between A and C. A is called the first proportional and C is called the third proportional. Okay, normally the question വരുന്ന ഏരിയയാണ്. Three terms are two terms given, then continuous mean proportional എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ഇതാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് പ്രൊപ്പോർഷൻ 4 ടേംസ് പ്രൊപ്പോർഷൻ ആണ് പറയുന്നത്. ദെൻ 3 ടേംസ് എന്നാൽ കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ. എന്താണെങ്കിലും നമുക്ക് എന്ത് വേണം? പ്രൊപ്പോർഷൻ മീൻസ് there should be an equality of two ratios. രണ്ട് ratio equality വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? And proportion, a proportion. Okay, so continuous proportion ABC are continuous proportion if middle term B is equal to root of AC or B square equal to AC. Okay, then next നോക്കാം properties of proportion. Very important. നമുക്ക് direct theory question പോലെ വരുന്നതാണ് properties of proportion. First one നോക്കിയാൽ അറിയാം, cross multiplication property ആണ്. A is to B equal to C is to D, that implies A is to B means A by B, C is to D means C by D. Cross multiply നമുക്ക് എന്ത് കിട്ടും? നമ്മൾ product of extremes equal to product of means എന്ന് പറഞ്ഞ property. Then AD equal to BC. Then next property, invertendo property. If A is to B equal to C is to D, first of all there should be a proportion. A is to B equal to C is to D, A is to B equal to C is to D. നമുക്ക് നോക്കാം 5:1 equal to 10:2. Correctly? Okay. 5:1 means 10:2 means ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താവും? രണ്ട് ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5:1. Okay, 5:10. Then ഇൻവേർട്ടൻഡോ പ്രോപ്പർട്ടി ആ വേർഡിൽ തന്നെ ഉണ്ട്. എന്താണ്? ഇൻവേർട്ട് ചെയ്യുന്നു, നേരെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ തിരിച്ചിട്ടാൽ നമുക്ക് നോക്കാം ശരിയാവും നോക്കാം. If A is to B equal to C is to D നമ്മൾ എഴുതി, then B is to A means that implies 1:5 equal to എന്താണ് തിരിച്ചിട്ട് ഞാൻ 2:10 എന്തിനാണ്? രണ്ട് ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:5. Okay, so invertendo A is to B equal to C is to D, that implies B is to A നേരെ തിരിച്ചിട്ടാലും രണ്ട് റേഷ്യോയും ഒരേപോലെ തിരിച്ചിട്ടാൽ നമുക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഫസ്റ്റ് പ്രോപ്പർട്ടി ഇൻവേർട്ടൻഡോ പ്രോപ്പർട്ടി. വേർഡിൽ തന്നെ തന്നിരിക്കുന്ന റേഷ്യോസിനെ ഇൻവേർട്ട് ചെയ്തിട്ടാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇൻവേർട്ടൻഡോ പ്രോപ്പർട്ടി. Then alternando property. Okay, A is to B നമ്മൾ നേരത്തെ എടുത്തപ്പോൾ തന്നെ 5:1 equal to 10:2. Okay, so ഇവിടെ നോക്കാം A is to B equal to C is to D. ഞാൻ പറഞ്ഞല്ലോ ഓൾട്ടർനേറ്റീവ് ടേംസ് ഉണ്ടോ? A കഴിഞ്ഞാൽ ഓൾട്ടർനൻഡോ, A കഴിഞ്ഞാൽ വരുന്നത് C, B കഴിഞ്ഞാൽ വരുന്നത് D. അവരെന്ത് ചെയ്തിരിക്കുന്നു? A is to B equal to C is to D, that implies A is to C shift B equal to B is to നമുക്ക് നോക്കാം 5:2 അല്ലേ? ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്താണ്? ഈക്വൽ ടു 5:10 ഓൾട്ടർനേറ്റീവ് ഈക്വൽ ടു 1:2. കറക്റ്റ് അല്ലേ? നോക്കാം രണ്ടിനെ ഈ റേഷ്യോ രണ്ടിനെ നമുക്ക് ബോത്ത് ടേംസ് ഓഫ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5ഉം 10ഉം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ട് ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1:2. ഓക്കെ, 1:2 ഈക്വൽ ടു 1:2. ദാറ്റ് മീൻസ് ഓൾട്ടർനൻഡോ പ്രോപ്പർട്ടി. Then next one, componendo property. A is to B equal to C is to D, that implies A plus B is to B equal to C plus D is to D. നമുക്ക് നോക്കാം
5:1 equal to 10:2. തന്നിരിക്കുന്ന വെച്ചാൽ എന്താണ് എ പ്ലസ് ബി. എ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. എ പ്ലസ് ബി എന്ന് വരും 5+1:b:1 equal to C plus D 10+2:2. 5+1 എന്ന് വരും 6:1 is equal to 12:2. കറക്റ്റ് അല്ലേ? സെക്കൻഡ് റേഷ്യോനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഈ റേഷ്യോ എന്ത് തന്നെയാവും? 6:1. ദാറ്റ് ഇംപ്ലൈസ് 6:1 equal to 6:1. അഗൈൻ കോമ്പോണന്റ് ഓഫ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തിരിക്കുന്നു. A is to B equal to C is to D. That implies A plus B is to B equal to C plus D is to D. Component of property. Okay. Then next property. Dividend of property. Dividend of property. നേരത്തെ പ്ലസ് ചെയ്തിടത്തൊക്കെ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യും. ഓക്കെ, പ്ലസ് ചെയ്തിടത്ത് മൈനസ്. എന്നിട്ട് നോക്കാം കോമ്പോണന്റ് ഓഫ് പ്രോപ്പർട്ടി A plus B is to B is equal to C plus D is to D. Then okay. Next one, dividend of property. നമുക്ക് എടുക്കാം dividend of property 5:1 is equal to 10:2. Okay. Dividend of property എന്താണ് പറയുന്നത്? A is to B equal to C is to A minus. നേരത്തെ കോമ്പോണന്റ് A പ്ലസ് ആയിരുന്നു, ഇവിടെ വരും A മൈനസ്. നമുക്ക് നോക്കാം, ഇതാണ് A, ഇതാണ് B, C, D. Okay. 5 minus 1 is to 1 is equal to 10 minus 2 is to 2 ആണ് പറയുന്നത്. 4 is to 1 is equal to 8 is to 2. അല്ലേ? നോക്കാം, സെക്കൻഡ് റേഷ്യോനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 4:1. ദാറ്റ് മീൻസ് 4:1 equal to 4:1. നമുക്ക് എന്ത് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു? ഡിവിഡൻഡ് ഓഫ് പ്രോപ്പർട്ടി. ദെൻ component of and dividend of property. Component of and dividend. If A is to B equal to C is to D, that implies A plus B is to A minus B equal to C plus D is to C minus D. Okay? 5:1 is equal to 10:2. Now component of and dividend of property with A, ഇത് B, ഇത് C, ഇത് D. Okay, then A plus B, 5+1 is 2 means divided by is 2. Okay. A minus B, 5 minus 1 is equal to C plus D. 10 plus 2 is to 10 minus 2. 6:4 is equal to 10 plus 2, 12 is to 8. Okay. നോക്കാം, 12 8 നമുക്ക് 2 ഉണ്ട്, കോമൺ ആണ്, 2 കോമൺ ആകുമ്പോൾ വരും 6:4. അല്ലേ? 6:4. That means 6:4 is equal to 6:4. Component of and dividend of property. Okay. Component of and dividend of property. Component of and dividend of property. Okay. Then very important property, addend of property. നമ്മൾ ഇതിന്റെ ഒരു പ്രൂഫ് വെച്ചിട്ടാണ് നമ്മൾ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് അഡെൻഡ് ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. നമ്മുടെ കഴിയുമ്പോൾ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും അഡെൻഡ് ഓഫ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള. അഡെൻഡ് ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ, നോക്കാം. അഡെൻഡ് ഓഫ് പ്രോപ്പർട്ടി നോക്കാം. A is to B. Very important property. If A is to B equal to C is to D equal to E is to F equal to X. That means indefinite ആയിട്ട് കുറേ റേഷ്യോസ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈച്ച് റേഷ്യോ, അതായത് ഈ ഓരോ റേഷ്യോയും എന്തിനോട് ഈക്വൽ ആയിട്ട് ഈച്ച് റേഷ്യോ വിൽ ബി ഈക്വൽ ടു. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഓരോ റേഷ്യോയും A is to B equal to B, C is to D equal to E is to F equal to etc. ഇതിനകത്ത് ഓരോ റേഷ്യോയും എന്തിനോട് ഈക്വൽ ആയിരിക്കും പറയുന്നത് A plus C plus E plus etc. divided by, that means ratio, B plus D plus F plus etc. നമുക്ക് അറിയാം. ദാറ്റ് മീൻസ് ഇങ്ങനെ 3 അല്ലെങ്കിൽ കുറേ റേഷ്യോസ് ഈക്വൽ ആയിട്ട് എന്താണ് സം ഓഫ് ആൻറ്റിസിഡൻസ് എന്ന റേഷ്യോയിൽ പഠിച്ചാണ്. സം ഓഫ് ആൻറ്റിസിഡൻസ് ഈസ് ടു സം ഓഫ് കോൺസിക്വൻസ്. സം ഓഫ് കോൺസിക്വൻസ് ആണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് റേഷ്യോ വിൽ ബി ഈക്വൽ ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സം ഓഫ് ആൻറ്റിസിഡൻസ് ഓഫ് റേഷ്യോസ് ഈസ് ടു
അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ സം ഓഫ് കോൺസിക്വൻസ് ഓഫ് റേഷ്യോസ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ പ്രൂഫ് വെച്ചിട്ടാണ് നമ്മൾ കുറേ പ്രോബ്ലംസ് ഉള്ളത്, മാത്രമാണ് പ്രൂഫ് നോക്കുന്നത്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ഈക്വൽ ടു ഇ ഈസ് ടു, ഞാൻ 3 എക്സെട്രാ വിട്ടിരിക്കുന്നത്, 3 റേഷ്യോസ് എടുത്തിരിക്കുന്നു. ഈക്വൽ ആണ്, 3 റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എ കോൺസ്റ്റന്റ് k. That means that implies a is to b equal to k. That implies a by b is equal to k. That implies cross multiply with a is equal to bk. Then c is to d equal to k. Like ellam equal to k. That means c by d equal to k. That implies c is equal to dk. Then e is to f equal to k. That implies e by f equal to k. That implies e is equal to fk. Okay. So that means in a equation 1, in a 2, in a 3. Okay. Kodukam. So nokam. നോക്കാം. ഇനി 3 ഇക്വേഷൻ വന്നു. ഇക്വേഷൻ 1 നമുക്ക് കഴിയുമ്പോൾ LHS ആഡ് ചെയ്യുമ്പോൾ വരും a പ്ലസ് സി പ്ലസ് ഇ ഈസ് ഈക്വൽ ടു വരും bk പ്ലസ് dk പ്ലസ് fk. ദാറ്റ് മീൻസ് a പ്ലസ് സി പ്ലസ് ഇ ഈക്വൽ, നമുക്ക് എല്ലാത്തിലും നമുക്ക് k കോമൺ ഉണ്ട്, k കോമൺ എടുക്കാൻ വരും k ഇൻറ്റു b പ്ലസ് d പ്ലസ് f. So that implies a plus c plus e divided by b plus d plus f equal to k. Then alle nammala property oronum alle a is to bk, no, each and every ratio will be equal to sum of antecedents is to sum of consequence. Idella nammal k ആയിട്ട് എടുത്തു, ഇതും എന്തെന്നെ കിട്ടി, k തന്നെ കിട്ടി. So ഈ ഒരു പ്രൂഫ് വെച്ചിട്ടാണ് നമ്മൾ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ സബ്ട്രാക്ട് എൻഡോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സബ്ട്രാക്ട് എൻഡോ പ്രോപ്പർട്ടി എന്ന് പറയും. നേരത്തെ അഡൻഡോ പ്രോപ്പർട്ടിയിൽ എവിടെയൊക്കെ പ്ലസ് വന്നോ അവിടേക്ക് എന്ത് ചെയ്യുന്നു, മൈനസ് വരുന്നു. ഓക്കെ, അഡൻഡോ പ്രോപ്പർട്ടി എന്തായിരുന്നു? a is to b equal to c is to d equal to e is to f. Then each and every ratio will be equal to a plus c plus e plus etc divided by d plus f. No, subtract and a minus c minus e minus etc divided by b minus d minus f minus etc. Okay, so ഇത്രയാണ് നമ്മുടെ പ്രൊപ്പോർഷനകത്ത് വരുന്ന പ്രൊപ്പോർഷന്റെ പ്രോപ്പർട്ടീസും പ്രൊപ്പോർഷൻ ഡെഫിനിഷൻ, ദെൻ കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ, ദെൻ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് വൺ ഇൻവേർട്ട് എൻഡോ പ്രോപ്പർട്ടി, then alternando property, then componendo property, then dividendo property, then componendo and dividendo property, then addendo property, very important. Okay, in the proof നമ്മൾ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ്. then subtractendo property. Okay, so നമ്മൾ പറഞ്ഞായിരുന്നു. സോ പ്രൊപ്പോർഷനകത്ത് നമ്മൾ വേറെ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ. ഓക്കെ, സോ ഇവിടെ നോക്കാം. അലിഗേഷനകത്ത് വരുന്ന റൂൾസ് ആണ് പോയിന്റ്സ് ബി നോട്ട്. Alligation, mixture. Sometimes alligation at varna, it is used in mixing of, okay, alligation sometimes mixing of 2 varieties of same kind, okay, derived from weighted mean method. Okay, so നമുക്ക് ഇതിനകത്തൊരു ഷോർട്ട് കട്ട് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് okay, variety x, ഫസ്റ്റ് വെറൈറ്റി എക്സ്, സെക്കൻഡ് വെറൈറ്റി വൈ ആണെങ്കിൽ അത് മിക്സ് ചെയ്ത് ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ആവറേജ് എന്ന രീതിയിലാണ് വരുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദെൻ ആ ഒരു റേഷ്യോ, ആ മിക്സ്ചറിൻ്റെ റേഷ്യോ വിൽ ബി മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഇസഡ്. ദാറ്റ് മീൻസ് മൈനസ് വന്നാൽ നമ്മൾ മൈനസ് എടുക്കില്ല, പ്ലസ് ആയിട്ട് വൈ മൈനസ് ഇസഡ് അതിൻ്റെ മോഡുലസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ എക്സ് കോസ്റ്റ് ആണ് എടുക്കുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ വൈയും ഇസഡും എന്തായിരിക്കണം? കോസ്റ്റ് ആയിരിക്കണം. ഓക്കെ, എക്സ് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ വൈയും ഇസഡും എന്ത് തന്നെ ആയിരിക്കണം? സെല്ലിംഗ് പ്രൈസ് തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് സെയിം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിം യൂണിറ്റിലായിരിക്കണം എന്ത് പോയിരിക്കുന്നത് എല്ലാം റെപ്രസെന്റ്. എക്സ് പ്രോഫിറ്റിനെയാണ് റെപ്രസെന്റ്, വൈയും ഇസഡും എന്തിനെ തന്നെ ആയിരിക്കണം? പ്രോഫിറ്റിനെ അല്ലെങ്കിൽ സംടൈംസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്.
So that means x, y, then z വന്നു കഴിഞ്ഞാൽ modulus of that means x ഇപ്പം x 5 ഇത് 6 ആണെന്നെങ്കിൽ x 5 minus 6 minus 1 minus modulus absolute value will be positive. That means ഹയറിൽ നിന്ന് ലോവർ കുറയ്ക്കും എന്ന രീതിയിലും സംടൈംസ് ചിലർക്ക് പറയാറുണ്ട്. ആക്ച്വലി സംഭവം വരുന്നത് ഇതാണ്, മോഡുലസ് ഹയർ ക്വാണ്ടിറ്റി മൈനസ് ലോവർ ക്വാണ്ടിറ്റി ആണ് വരുന്നത്. ദാറ്റ് മീൻസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പ്രപ്പോർഷൻ. ദെൻ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ. ദെൻ ഒരു ഏരിയ കൂടെ വരുന്നത് വേരിയേഷൻ. ഓക്കെ, A and B are two quantities. A and B are two quantities. Then A and B may be in variation such that one quantity ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതർ ക്വാണ്ടിറ്റിയിലും ചേഞ്ച് വരുന്നത്. രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് വേരിയേഷൻ, ടു കൈൻഡ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് വേരിയേഷൻ, inverse variation. Okay, and A is said to be directly vary another quantity B if the two quantities depends upon each other in such a manner that B increased in certain ratio, A is increased. Okay, A increase ചെയ്യുവാണെങ്കിൽ B ഏതോ ഒരു റേഷ്യോയിൽ increase, that means A increase in A എന്തായിരിക്കും increase in A, എക്ക് ഇൻക്രീസ് ഉണ്ടായാൽ ബിയിൽ എന്തായിരിക്കും റിസൾട്ട് ചെയ്യുന്നത്? വിൽ ബി ഇൻക്രീസ് ഇൻ ബി. എന്താണ് ഒരു സെർട്ടൈൻ റേഷ്യോയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് പറയാം? ഡയറക്റ്റ് വേരിയേഷൻ. ഓക്കെ, സോ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ ഈക്വൽ ടു കെ അല്ലെ, സെർട്ടൈൻ റേഷ്യോ. ഓക്കെ, സെർട്ടൈൻ അതാണ് അത് കെ ഡിനോട്ട് ചെയ്യുന്നത്. കെ ആൻഡ് കോൺസ്റ്റന്റ് കെ ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ, ദെൻ ഇൻവേഴ്സ് വേരിയേഷൻ. ഡയറക്റ്റ് വേരിയേഷൻ മീൻസ് എ കൂടുന്നതനുസരിച്ച് എന്താണ് ഒരു പ്രത്യേക റേഷ്യോയില് എന്താണ് ബിയും കൂടാണ്. ഇപ്പം എ ഈസ് സെഡ് ടു ബി ഇൻവേഴ്സ്ലി ആസ് അനദർ ക്വാണ്ടിറ്റി ബി, then the two quantities depends upon each other in such a manner b is increased in a certain ratio, a is decreased. Okay, very important. a ക്ക് ഡിക്രീസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ a ക്ക് ഇൻക്രീസ് ഉണ്ടെങ്കിൽ b ക്കും ഇൻക്രീസ്, a ക്ക് ഡിക്രീസ് ആണെങ്കിൽ b ക്കും ഡിക്രീസ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, a ക്ക് ഡിക്രീസ് ആണെങ്കിൽ b ക്ക് ഇൻക്രീസ് ഇൻ സർട്ടൻ റേഷ്യോ, a ക്ക് ഇൻക്രീസ് ആണെങ്കിൽ b ക്ക് ഡിക്രീസ് ഇൻ സർട്ടൻ റേഷ്യോ. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഡിനോട്ട് ചെയ്യുന്നത് എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി. എ ഈക്വൽ ടു കെ ഇൻറ്റു 1/b അല്ലെങ്കിൽ കെ ഡിവൈഡഡ് ബൈ ബി. കെ ഈസ് കോൾഡ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ദെൻ ഒരു കേസ് ഇവിടെ വരുന്ന പ്രോബ്ലംസ് നമുക്ക് കാണാനല്ല. ജോയിൻ വേരിയേഷൻ. There are three quantities ABC such that varies directly with the B, then C is constant and varies directly with C when B is constant, then A is said to be vary jointly with B and C when both B and C are varying. Formula use ചെയ്യുന്നത് A equal to K into BC. Okay, നമുക്ക് ഡയറക്റ്റ് വേരിയേഷൻ, ഇൻവേഴ്സ് വേരിയേഷൻ നമുക്ക് പഴയ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. ഇവിടെ പ്രൊപ്പോർഷൻ മാത്രമാണ് നമുക്ക് 3 ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊപ്പോർഷൻ ഡെഫിനിഷൻ, കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ, ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ദെൻ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ്, ദെൻ നെക്സ്റ്റ് വൺ വേരിയേഷൻ. ഓക്കെ, സോ നമുക്ക് ഇത്രയാണ് നമ്മുടെ തിയറി ഏരിയ വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, find the value of x if 10/3 is to x. Okay, നമുക്ക് തന്നിരിക്കുന്നു 10/3 is to x equal to, find the value of x 10/3 then is to x is equal to 5/2 is to 5/4. Okay, നമുക്കറിയാം ഫസ്റ്റ് ഫോർമുല. Okay, a b c are said to be product of extremes will be equal to product of means. That means 10/3 into 5/4 is equal to 5/2 into x. Okay, so നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ 5 ഇങ്ങോട്ട് വരും, then 5 get cancel, 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഇതെന്താവും? ഈ 2 ഇത് 2 ആയിട്ട് മാറും. That means x is equal to 10 divided by 6. 10 divided by 6 എന്നുള്ളത് നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എഴുതുന്നത് രണ്ടിനെയും റേഷ്യോ അല്ലേ. 10 divided by 6 രണ്ടിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര ആൻസർ? 5 divided by 3. Okay, 5 divided by 3. ആൻസർ വിൽ ബി 5 divided by 3. ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്?
product of extremes will be equal to product of means. Product of extremes will be equal to product of means. Okay. Then next problem. Find the fourth proportional. Okay. So now the fourth proportional, three quantities. 2 by 3, then 3 by 7, then 4, then we can A and B and C. Okay. D product of extremes will be equal to product of means. 2 by 3 into D is equal to 3 by 7 into 4. Okay. 3 by 7 into 4. D and D is equal to 2 cross multiply. Okay. 3 cross multiply 3 into 3 9. So 9 into 2 18 divided by 7 will be the fourth proportional. Okay. 18 divided by 7. 18 divided by 7. Next problem. Find the fourth proportional to 4, 6, 8. Okay. So that means 4, 6, 8 fourth proportional D. The formula using product of extremes equal to product of means. 4D equal to 6 into 8. So that means 4D is equal to 6 into 8, 48. D is equal to 48 divided by 4 is equal to 12. So answer fourth proportional is 12. Then next question. The mean proportional. Okay. So mean proportional in the word the continuous proportion. Mean proportional between. Okay. Mean proportional between. Okay, mean proportional A comma B comma C are in continuous proportion. Then B is called the mean proportional. A is the first proportional. C is the formula use another B square equal to AC or B is equal to root of AC. Mean that means 12x square then B. Then 27y square. Okay, the formula use here. B is equal to root of AC. Root of 12x square 27y square. Okay. Calculate 12 into 27. 12 into 27. 324 into x square y square. This is the root. Okay. Calculate 324 in the root 18. X square na root x. Y square na root y. Answer will be 18xy. 18xy. Then next problem. Find the fourth proportional to A cube, C. Okay. 2A under, then A cube, then C. Okay, now fourth proportional D and okay. Okay, the formula use here. Product of extremes equal to product of means. 2AD is equal to A cube C. D is equal to A cube C divided by 2A. Okay, can be A get cancelled, down square. A square C divided by 2 answer. A square C divided by 2. Okay, then next problem. A by 3 is equal to very important. Our addendo property proof use solve A divided by 3 is equal to B divided by 4 is equal to C divided by 7. Okay, A, B, and C are A, B, and C which ratios equal. So let it be a constant K. Let it be a constant K. So that implies order ratio A divided by 3 equal to K. That implies A is equal to 3K. Equation 1. Then B divided by 4 is equal to K. That implies B is equal to 4K. Then C divided by 7 equal to K. That implies C is equal to 7K. Okay. Equation 2, equation 3.
നമുക്ക് എന്താണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കോൺസ്റ്റന്റ്, 3യും കെയും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ സി. സോ നമുക്ക് എന്ത് ചെയ്യാം? എ എത്രയാണ്? 3k പ്ലസ് ബി എത്രയാണ്? 4k പ്ലസ് സി 7k ഡിവൈഡഡ് ബൈ 7k. 3 4 7 7 7k plus 7k equal to 14k divided by 7k is equal to 2. Is equal to 2. So ഇവിടെ നമ്മൾ അഡെൻഡോ പ്രോപ്പർട്ടിയുടെ പ്രൂഫ് എങ്ങനെയാണ് ചെയ്തത്? 3 നമുക്ക് എയും ബിയും സിയും അറിയില്ല, അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നിരിക്കുന്നു? ഒരു 3 റേഷ്യോസ് ഈക്വലാണ്. നമ്മൾ എയും ബിയും സിയും കോൺസ്റ്റന്റ് ടേമിൽ കണ്ടുപിടിക്കുന്നു. ദെൻ നമുക്ക് എന്താണോ വേണ്ടത് അവിടേക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? അഗെയിൻ എക്സും വൈയും ഇസഡും അറിയില്ല, എക്സും വൈ ഇസഡും വെച്ചിട്ടുള്ള ഒരു റേഷ്യോ ഈക്വൽ ആയിരിക്കുന്നു. എക്സ് ബൈ 2 ഈക്വൽ ടു വൈ ബൈ 3 ഈക്വൽ ടു ഇസഡ് ബൈ 7 നമുക്ക് എഴുതാം. ലെറ്റ് ഇറ്റ് ബി എ കോൺസ്റ്റന്റ് കെ. ഓക്കെ, സോ സ്റ്റെപ്സ് നമുക്ക് മാർക്കില്ല. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ സ്റ്റെപ്സ് കാണിച്ചു എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് 120 മിനിറ്റ്സിനാണ് ക്രാക്ക് ചെയ്യേണ്ടത്. എത്രത്തോളം സ്പീഡിലാക്കാം, ദാറ്റ് മീൻസ് എത്രത്തോളം സ്റ്റെപ്പ് കുറയ്ക്കാം. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ എഴുതാം? x is equal to 2k, y is equal to 3k, z equal to 7k. നമുക്ക് വേണ്ട എന്താണ്? 2x minus 5y plus 4z divided by 2y. Okay, so x എത്രയാണ്? 2k. 2 into 2k 4k minus 15, 4k minus 15k plus 28k divided by 3k into 2 3k 2y 3k into 6k ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? minus 11k plus 28, that means 17k divided by 6k. So that means k get cancelled. 17 divided by 6 നമുക്ക് ആൻസറിൽ 23 divided by 6 ആണല്ലോ. 3 divided, that means none of these will be the answer. 17 divided by 6. 17 divided by 6. Next question. Then direct an answer. Exam question. Exam is a question. No, 3 ratios equal ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡെൻഡോ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കണം? അല്ലേ, എ ബൈ നമുക്ക് അഡെൻഡോ പ്രോപ്പർട്ടി എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു ഇ ബൈ എഫ്. അല്ലേ, അങ്ങനെയാണെങ്കിൽ എന്ത് വരുമായിരുന്നു? ദിസ് വിൽ ബി equal to a plus c plus e divided by b plus d plus f. അല്ലേ, അഡെൻഡോ പ്രോപ്പർട്ടി. ഓക്കെ, each and every ratio will be equal to നമുക്ക് നോക്കാം എന്താ നോക്കാം. a by b plus c equal to b by c plus a equal to c by a plus b. Okay, this will be equal to sum of antecedents a plus b plus c divided by is to divided by sum of consequence b plus c plus c plus a plus a plus b. So നോക്കാം a plus b plus c. b എത്ര ടൈം വന്നു? 2 തവണ. So b plus b 2b. c എത്ര വന്നു? 2 തവണ. 2c plus a എത്ര വന്നു? 2 തവണ. 2a. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? a plus b plus c ഡിവൈഡഡ് ബൈ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് വരും? 2a plus 2b plus 2c. നമുക്ക് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ആൻറ്റിസിഡൻ നമുക്ക് കോൺസിക്വന്റ് നമുക്ക് എന്ത് ചെയ്യാം? 2 കോമൺ എടുക്കാം. a plus b plus c ഡിവൈഡഡ് ബൈ 2 into a plus b plus c. a plus b plus c get cancel. നമുക്ക് എന്ത് കിട്ടും? 1 by 2. Answer 1 divided by 2. Very important question. Okay, very important question. Exam direct and അഡെൻഡോ പ്രോപ്പർട്ടിയുടെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഡയറക്റ്റ് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഡയറക്റ്റ് ആൻസറിലേക്കാണ് വരുന്നത്. അഡെൻഡോ പ്രോപ്പർട്ടി sum of antecedents is to sum of consequence. Sum of antecedents is to sum of consequence. Okay, next one. Find the ratio of third proportional of 12:13. Very important question. രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. Find the ratio of, നമ്മൾ പുതിയ റേഷ്യോ കണ്ടുപിടിക്കണം, of third proportional to 12:30 and mean proportional to 9:25. Okay, ഫസ്റ്റ് നമുക്ക് എന്താണ്?
third proportional to 12:30. Okay. 12:30 യുടെ third proportion എന്നാണ് ലഭിക്കുന്നത് 12, 30, then C. Third proportion കണ്ടുപിടിക്കുന്ന ഫോർമുല ഒക്കെ എടുക്കാം. ഒന്നിനുള്ള b square equal to AC. b square equal to AC. Okay. ഇതാണ് A, ഇതാണ് B, ഇതാണ് C. b square 30ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും 30 square is equal to 12C. 30 square എത്രയാണ് 900. കാൽക്കുലേഷൻ നോക്കുക 12C. Therefore C is equal to 900 divided by 12. 900 divided by 12. Calculate നോക്കുക. Answer will be 75. Okay. So third proportional നമുക്ക് കിട്ടി. Third proportional. Then mean proportional. Mean proportional to 9:25. Okay. So that means നമുക്ക് തന്നിരിക്കുന്ന mean proportional 9 then 25. Mean proportion ഇത് എയും ഇത് സിയും നമുക്ക് ബി കണ്ടുപിടിക്കണം. b is equal to root of AC. Root of 9 into 25. 9 into 25. 9 root നമുക്കറിയാം 3. 5 the root 25 root to 5. That means 15. Okay. So നമുക്ക് രണ്ട് ക്വാണ്ടിറ്റി ഇനി എന്താണ് find the ratio of ഈ കിട്ടിയതിന്റെ തമ്മിലുള്ള റേഷ്യോ. That means എത്ര വരും find the ratio of third proportional to so and so and mean proportion. That means the ratio will be 75 കൊണ്ട് 15. ഇതിന്റെ റേഷ്യോ ആണ് ratio of 75:15. That means നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15 75 5:1. Okay. 5:1. അറിയാൻ 5:1. Answer will be 5:1. Then next question. Find the number which has the same ratio to 26. ശ്രദ്ധിക്കുക, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറിലേക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യൻ വരെ. The number which has the same ratio to x 26 that has 6 to 13. That means ഏതോ ഒരു നമ്പറിന് to 26. That means x divided by, let it be number x divided by 26. അതെന്താണ് സെയിം റേഷ്യോ ആണ് വരുന്നത് 6 to 13. That means 6 divided by 13. നോക്കാം 13 into 2 ആണ് 2. So cross multiply ചെയ്യുമ്പോൾ x is equal to 6 into 2. Cross multiply ചെയ്യുമ്പോഴത്തേക്കും x is equal to 6 into 2 12. Okay. So ഇത്ര ഉണ്ടോ. അത് ആ ഒരു ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. Find the number. ഏതോ ഒരു നമ്പർ 26നോടുള്ള റേഷ്യോ. That means x divided by 26. Number which has same. Okay. Same that has 6 to 13. That means x divided by 26 will be equal to 6 divided by 13. Therefore x is equal to 12. Answer x is equal to 12. Then next question. P by Q equal to R by S. P minus R equal to Q minus S. നമുക്കറിയാം A by B equal to C by D. Then A minus A minus B divided by Q minus S means C minus D. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടോ? A minus ആലോചിച്ച് പറയാം A minus B നമുക്ക് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്? കോമ്പൗണ്ട് ഇൻവേർട്ടൻഡോ പ്രോപ്പർട്ടി, ഓൾട്ടർനൻഡോ പ്രോപ്പർട്ടി, component of property, dividend of property, component and dividend of property, then addend of property, then subtractend അല്ലെങ്കിൽ subtrahend of property. Okay. ഇവിടെ നമുക്ക് നോക്കാം രണ്ട് റേഷ്യോസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. P by Q equal to R by S. നമ്മുടെ addend of propertyയിലെ എല്ലാം മൈനസ് addend of property ആണെങ്കിൽ ഇത് എങ്ങനെ വന്നേനെ? P plus R divided by Q plus S. Subtractand of property subtrahend ആണെങ്കിൽ വരും P minus R divided by Q minus S. Okay, no, this should be equal to എന്നല്ല വന്നിരിക്കുന്നത്. So that means ഏത് പ്രോപ്പർട്ടി വരും? ഇൻവേർട്ടൻഡോ അല്ല, അഡൻഡോ അല്ല, സബ്ട്രാഹെൻഡോ പ്രോപ്പർട്ടി.
സോ ഓൺ. ശ്രദ്ധിച്ച് വേണം മനസ്സിലാക്കണം. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടുന്നതാണ്. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻ. കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. ഇവിടെ 2 ടേം മാത്രം തന്നിരിക്കുന്നു. ഒന്ന് ചാടി കയറി മറ്റേ ഡിവിഡൻഡ് ആണെങ്കിൽ a മൈനസ് ബി ബൈ ബി വരണം എന്നുള്ള ഇതിലേക്ക് പോകരുത്. എല്ലാ പ്രോപ്പർട്ടി നോക്കുക. സബ്ട്രാക്റ്റൻഡോ പ്രോപ്പർട്ടിയിൽ സ്യൂട്ട് ആവുന്നുണ്ട് തന്നിരിക്കുന്നത്. therefore സബ്ട്രാക്റ്റൻഡോ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി സബ്ട്രാക്റ്റൻഡോ പ്രോപ്പർട്ടിയാണ്. Then next one, find the third proportional between. Third proportion, that means continuous proportion. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? a square minus b square, then a plus b the whole square, then നമുക്ക് എന്താണ് c കണ്ടുപിടിക്കുന്നത്. ഇത് അല്ലേ, ഇത് a ആയിട്ട് ഇത് b ആയിട്ട് ഇത് c. ജസ്റ്റ് a b ഇങ്ങനെ എടുത്താൽ ഇതൊന്നാണ് നമ്മുടെ പ്രോപ്പർ ഫോർമുല എന്താണുള്ളത്? b square equal to ac. കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ ഓഫ് ദ മെയിൻ പ്രൊപ്പോർഷൻ. ഫൈൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ 2 എണ്ണം തന്നിരിക്കുന്നു. തേർഡ് എണ്ണം പഠിക്കാൻ പറഞ്ഞ ഉറപ്പാണ്. കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ബി എന്താണ്? ക്യാപിറ്റൽ ബി എടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ എയും ബി ഉള്ളതുകൊണ്ടാണ്. സോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ബി സ്ക്വയർ is equal to a square minus b square into c. Okay. So ഇതിനെ സ്ക്വയറിനെ വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? a plus b the whole raised to 4. നമ്മൾ ഇൻഡീസസ് ചാപ്റ്ററിൽ കൂടുതൽ ഇൻഡീസസ് ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ a square minus b square into c. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഓൾറെഡി ബേസിക് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. a square minus b square can be written as a plus b into a minus b. That means a plus b the whole raised to 4 is equal to a plus b into a minus b into c. Okay, therefore c, third proportion, c is equal to a plus b the whole raised to 4 divided by a plus b into a minus b. Okay, a plus b get cancel, raised to 3 varum. A plus b the whole cube divided by a minus b. Therefore third proportion varum a plus b the whole cube divided by a minus b. A plus b the whole cube divided by a minus b. Answer will be c. Then next one, the ratio of number of boys and number of girls of 720 students is 7:2. That means ഇവിടെ ഒരു 720 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ബോയ്സ് ആയിട്ടും ഗേൾസ് ആയിട്ടും ആയിരുന്നു. ബോയ്സ് ഗേൾസ്. ഓക്കെ, അവരുടെ റേഷ്യോ എത്രയാണ്? 7:5 അല്ലേ. സോ 720 എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? 7:5. ദാറ്റ് മീൻസ് റേഷ്യോയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാം. ആക്ച്വൽ ബോയ്സ് എത്രയാണ്? 7x, ഇത് 5x. ദാറ്റ് മീൻസ് ടോട്ടൽ അടിമത്ര വരും 12x എന്ന് പറയുന്നതാണ് എന്ത്? ഈ പറയുന്ന 720. 720 ടോട്ടൽ. Therefore x is equal to 720 divided by 12, 60. x in the value ഇത് എത്രയാണ്? 7x. That means 420. ഇവിടെ എത്രയാണ്? 5x. 5 into 6, 300. So right now 420 ബോയ്സ് ഉണ്ട്, 300 ഗേൾസ് ഉണ്ട്. ഇനി എന്താണ്? How many more girls should be admitted to make the ratio? Okay, so boys is to girls തന്നെ. boys എത്രയാണ്? 420 divided by, ഇപ്പം 300 ഉണ്ട്, അതിന്റെ കൂടെ എത്രയോ ആഡ് ചെയ്യണം. let it be y. അങ്ങനെയാണെങ്കിൽ എന്താവും? റേഷ്യോ 1:1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 420 is equal to 300 plus y. Therefore y is equal to 420 minus 300, 120. Correct. So 120 ഗേൾസിനെ കൂടെ ആഡ് ചെയ്താൽ എന്താവും? 1:1. Okay, 420 is to 420 ആവും, 840 ആവും ടോട്ടൽ സ്റ്റുഡൻസ്. 420 ഓൾറെഡി ബോയ്സ് 420 ഉണ്ട്, ഇതിൻ്റെ കൂടെ 120 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 420 ഗേൾസ് ആവും. 1:1 റേഷ്യോ. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ, x, y, z together starts a business. X invest 3 times. A very important question. The question is x invest 3 times as much as y, and y invest 2/3 of z. What z invest? Then the ratio of capital of x, y, z. Okay, so that means എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഇതിനു വേണ്ടിയിട്ട് അവർ ക്യാപിറ്റൽ കൊണ്ടുവന്നു. എക്സും വൈയും സെഡും ആണ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ അതിനകത്തൊരു ക്യാപിറ്റൽ കൊണ്ടിരുന്നത്. എക്സ്, വൈ, ഇസഡ്. ഓക്കെ, എക്സ് എത്രയാണ് കൊണ്ടുവന്നത്? വൈ കൊണ്ടുവന്നതിൻ്റെ 3 ഇരട്ടി. വൈ എത്രയാണ് കൊണ്ടുവന്നത്? ഇസഡ് കൊണ്ടുവന്നതിൻ്റെ 2/3.
No. So that means ഏറ്റവും ആദ്യം വരുന്നത് എന്താണ് ഇസഡിന്റെ ബേസ് ആയിട്ട് എടുക്കുക ഇസഡ് എക്സ് കൊണ്ടുപോകുന്ന വിചാരിക്കുക സോ വൈ എത്രയാണ് ഇസഡ് കൊണ്ടുവന്നതിന്റെ 2/3 2/3x then y എത്രയാണ് കൊണ്ടുവന്നത് സോറി x എത്രയാണ് കൊണ്ടുവന്നത് y കൊണ്ടുവന്നതിന്റെ 3 ടൈംസ് y എത്രയാണ് 2/3x into 3 3 get cancel എത്ര വരും 2x 2/3x x okay so ratio എങ്ങനെ വരും 2x is to 2/3x is to x നമുക്ക് എന്താണ് മൂല്യം നമുക്ക് x കൊണ്ട് ഡിവൈഡ് ചെയ്ത് x കളഞ്ഞാൽ 2 is to 2/3 is to 1 okay നമുക്ക് LCM എടുക്കുകയാണെങ്കിൽ LCM എത്ര വരും 3 വരും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/3 is to ഇവിടെ എത്ര 3 ആയതുകൊണ്ട് 3 തന്നെ ഉള്ളതുകൊണ്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/3 is to 3/3 okay മൂന്ന് റേഷ്യോയിൽ മൂന്ന് ടേമിൽ എന്താണ് 1/3 ഉണ്ട് മൂന്ന് ടേമിൽ നമുക്ക് എന്താണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും 6 is to 2 is to 3 അല്ലേ ഒരെണ്ണത്തിനെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ടേമിനെ നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ എല്ലാ ടേംസിനെയും ചെയ്തിരിക്കണം ചെയ്യുമ്പോൾ എന്ത് വരും 6 is to 2 is to 3 6 is to 2 is to 3 6 is to 2 is to 3 okay സോ നല്ലൊരു ക്വസ്റ്റൻ ആണ് എപ്പോഴാണ് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റൻ വരാറുണ്ട് എക്സ് വൈയെക്കാട്ടിൽ വൈയുടെ ഇരട്ടി എത്ര ടൈപ്സ് കൊണ്ടുവന്നു വൈ ഇതിന്റെ കൊണ്ടു സോ അപ്പം ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് ഇസഡിന്റെ ബേസിലാണ് എല്ലാം പോയിരിക്കുന്നത് സോ ഇസഡിനെ എക്സ് ആയിട്ട് എടുക്കുക ദെൻ വൈയുടെ കോൺട്രിബ്യൂഷൻ എക്സിന്റെ കോൺട്രിബ്യൂഷൻ 6 is to 2 is to 3 okay then next question 94 is divided into two parts such that the fifth part of first and eighth part of second are in the ratio 3 is to 4 find the first part okay this question the construction which question is very important okay 94 is divided into two parts and the part are divided നമുക്ക് അറിയില്ല എങ്ങനെ ഡിവൈഡ് ചെയ്യും സോ ഫസ്റ്റ് പാർട്ട് x ആണെങ്കിൽ obviously എന്തായിരിക്കും സെക്കൻഡ് പാർട്ട് 94 minus x x ഉം y ഒന്നും എടുത്ത് പോകരുത് 94 നെ ഡിവൈഡ് ചെയ്തു ഇപ്പം ഇത് 60 ആണെങ്കിൽ എത്രയായിരിക്കും ഇത് 34 ആയിരിക്കും okay so x ആണ് ഫസ്റ്റ് പാർട്ട് എങ്കിൽ second part will be 94 divided 94 minus x then question നോക്കാം fifth part that means first part in x by 5 then second part in the eighth part of second 94 minus x divided by 8 okay ഇതിന്റെ ratio are in the ratio 3 is to 4 okay ratio means division x by 5 divided by 94 minus x divided by 8 is equal to 3/4 division by fraction ratio ഒക്കെ പറയാൻ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം okay into 8 divided by 94 minus x is equal to 3/4 okay cross multiply ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും 32 എന്നാൽ 32 32x is equal to 32x is equal to 3 into 5 into 94 470 minus 5x okay so 32x calculate ചെയ്തു നോക്കുക 32x is equal to 1410 minus 15x 15x LHS ലേക്ക് വരുമ്പോൾ plus 15 minus 15x LHS ലേക്ക് വരുമ്പോൾ plus 15x 32x plus 15x is equal to 1410 therefore 47x equal to 1410 therefore x is equal to 1410 divided by 47 റേറ്റും 30 അല്ലേ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് ഇത് 30 ഫസ്റ്റ് പാർട്ട് അല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് 30 therefore answer be 30 okay. first part 30 then next question an alloy is to contain copper and zinc in the ratio 9 is to 4 okay ശ്രദ്ധിക്കാം ഒരു അലോയ് രണ്ട് മെറ്റൽ മെൽറ്റ് ചെയ്തിട്ടായിരിക്കും കോപ്പർ ആൻഡ് സിങ്ക് ഇൻ ദ റേഷ്യോ 9 is to 4 ദാറ്റ് മീൻസ് കോപ്പർ എത്രയാണ് നമ്മൾ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് എപ്പോഴും റേഷ്യോ ദാറ്റ് മീൻസ് 9x കോപ്പർ ഉണ്ടായിരുന്നു ആക്ച്വലി ഓക്കെ സിങ്ക് എത്രയാണ് 4x then find the zinc required to melt with 24 kilogram of copper okay 24 kilogram of copper 24 kilogram of copper so that means നമുക്കുണ്ട് കോപ്പർ ആണ് തന്നിരിക്കുന്നത് 9x എന്ന് പറയുന്നതാണ് എന്ത് 24 therefore x is equal to 24 divided by 9 അങ്ങനെയാണെങ്കിൽ സിങ്ക് എത്രയായിരിക്കും സിങ്കിന്റെ
ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് 4x. എക്സ് നമുക്കറിയാം 24/9 നമ്മൾ കോപ്പറിൻ്റെ വെച്ചിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. 4 into 24 divided by 9. 4 into 24 divided by 9. Okay, നമുക്ക് 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 3 9 8. So 32 divided by 3 kilograms of സിങ്ക് ആണ് നമുക്ക് വേണ്ടത്. എന്താണ് 24 kilograms of കോപ്പറിന് ഈ രീതിയിൽ മെയിൻറ്റെയിൻ നോക്കാം. 32 divided by 3 kilograms. Okay, നമുക്ക് ഡയറക്റ്റ് 9:4 9x and 4x എടുത്തു. 9x എന്ന് പറയുന്നത് സിങ്ക് റിക്വയർഡ് ടു മെൽറ്റ് വിത്ത് 24 kilogram of കോപ്പർ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് 20. ദാറ്റ് മീൻസ് 9x 24 ആണെങ്കിൽ 4x എത്രയാണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. Then next question. A sum of rupees 6.25 made up of 80 coins. Okay. So total കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? 25 പൈസ ഉണ്ടായിരുന്നു. ടോട്ടൽ 80 coins ആണ് coins. Okay. In the form of 10 paise. That means 10 paise in 5 paise 0.05. 10 paise means 0.10. 0.05. 10 paise and 5 paise coins. Okay. Find the number of each kind. Number M 10 paise. ഇത് എക്സ് ആയിട്ട് എടുക്കുക. എക്സ് ആണ് ഉണ്ടായിരുന്നു എടുക്കാം. ദെൻ റിമൈനിങ് എത്രയായിരിക്കും? 80 - x. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് റേഷ്യോ നമുക്ക് എക്സ് എണ്ണം ഉണ്ടായിരുന്നു, 10 പൈസ എക്സ് എണ്ണം ഉണ്ടായിരുന്നു. ദെൻ മിച്ചമുള്ളതാണ് ടോട്ടൽ 80 കോയിൻസ് ഉണ്ട്. മിച്ചമുള്ള 5 പൈസ എത്രയായിരിക്കും? 80 - x ആയിരിക്കും. പിന്നെയാണ് നമുക്ക് വാല്യൂ ടോട്ടൽ എത്ര തന്നിരിക്കുന്നുണ്ട്? 6.25 പൈസ. ഓക്കെ, സോ ദാറ്റ് മീൻസ് 10 പൈസ കോയിൻ എത്ര ഉണ്ട്? എക്സ് എണ്ണം ഉണ്ട്. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 10 പൈസ ഇൻറ്റു എക്സ് പ്ലസ് 5 പൈസ കോയിൻ എത്രയുണ്ട്? 0.5 is equal to 80 minus x. എന്ന് പറയുന്നത് എത്രയാണ്? 6.25. Okay, 0.10x plus 4 minus 0.05x is equal to 6.25. Right answer 0.05x is equal to 6.25 minus 4. 0.05x is equal to 2.25. Therefore, x is equal to 2.25 divided by 0.05. Calculate ചെയ്ത് നോക്കാം. ആൻസർ കിട്ടുന്നത് x is equal to 45. Okay. So, x 45 ആണെങ്കിൽ എത്രയായിരിക്കും? 80 minus 45 equal to 35. 10 പൈസ കോയിൻ എത്രയാണ്? 45 എണ്ണം. 5 പൈസ കോയിൻ 35. Okay. Then next question. Proportion ആണ്. Direct proportion ആണ്. A directly proportional to B. That implies നമ്മുടെ formula എന്താണ്? A is equal to K into B. Okay. When B equal to A equal to 3, K into 24. So K എത്രയായിട്ടും 3 divided by 24, that means 1/8. നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി. നമുക്കറിയാവുന്ന ഫോം എന്താണ്? A is equal to K into B. A 8 ആണെങ്കിൽ K നമുക്കറിയാം 1/8. പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ B is equal to 8 into 8. 8 into 8 64. Okay, 64 into 1/8 എന്തായിട്ട് നമുക്ക് എയുടെ വാല്യൂ 8 ആണ്. ഇതാണ് പ്രൊപ്പോർഷൻ ഓഫ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, എക്സ് വേരീസ് ഇൻവേഴ്സ്ലി. എക്സ് വേരീസ് ഇൻവേഴ്സ്ലി. ഓക്കെ, സോ എക്സ് ഇൻവേഴ്സ്ലി വേരി ചെയ്യുന്നതാണ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1/square of y. That means into 1/y square. Okay. Given that y is equal to 4, x equal to 1. X in 1 ആണെങ്കിൽ k into 1/2 square. 1 is equal to k into 1/4. Therefore, k is equal to 4. Then find the value of x. X in the value of y 6 ആണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? ഇൻവേഴ്സ്ലി ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
square of 5. K into 1 by y square. K നമുക്കറിയാം 4. X is equal to 4 into 1 by 6 square. So x is equal to 4 divided by 36. Then 1 by 9. Answer 1 by 9. Then next question. 40 liters of glycerin and water. In a 40 liter of mixture of glycerin and water, the ratio of glycerin and water is 3:1. The quantity of water added in the mixture in order to make the ratio 2:1. എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? 40 ലിറ്റർ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഗ്ലിസറിൻ വാട്ടർ? വാട്ടർ ഇൻ ദ റേഷ്യോ 40 liters of water 3:1. So mixture water എത്രയായിരിക്കും കണ്ടുപിടിക്കാം? 3:1 അല്ലേ? That means water 3x. ഇത് x ആണെങ്കിൽ ടോട്ടൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 4x എന്ന് പറയുന്നത് 40. Therefore x is equal to 10. Therefore 3x എത്രയാണ്? വാട്ടർ ഗ്ലിസറിൻ എത്ര വരും? 30 ലിറ്റർ, വാട്ടർ 10 ലിറ്റർ. So that means 30 divided by 10 ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1:2. ഇനി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡഡ് ഇൻ ദ മിക്സർ ഇൻ ഓർഡർ ടു മേക്ക് ഗ്ലിസറിൻ ഇതാണ്. സോ ഇതിൻ്റെ കൂടെ എന്താണ്? y ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 2/1. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 into 1 is equal to 2 into 10 plus y. 30 is equal to 20 plus 2y. 2y is equal to 20 വരുമ്പോഴത്തേക്കും 30 minus 20 equal to 10. Y is equal to 10/2, 5. 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ 5 ലിറ്റർ വാട്ടറോട് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? 2:1 അല്ലേ? സോ നമുക്കറിയാം 5 ലിറ്ററോട് ആഡ് ചെയ്യുന്നതാവും വാട്ടർ 15 ആവും. ഗ്ലിസറിൻ എത്രയാണ്? 30 ലിറ്റർ തന്നെ. ദാറ്റ് മീൻസ് 2:1. ടോട്ടൽ 45 ലിറ്റർ ആവും. ആൻസർ 5 liter. Very important. Then next question. "300 grams of sugar solution has 40% sugar in it." Okay. 300 grams of sugar solution. That means sugar and water. And the 40% sugar ആണെങ്കിൽ വാട്ടർ എത്രയായിരിക്കും? റിമൈനിങ് 60%. സോ 300 into 40% 300 into 40% 120 gram. ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 60 180 grams. How much sugar should be added to make it 50%? ഷുഗർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ്? 120 divided by 180. Okay, 50% means 50 by 50. നമുക്ക് 50% 50% അല്ലേ? That means അത് വരും 1/1. 120യുടെ കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യുന്നതായിരിക്കാം? x ഗ്രാം ആഡ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടണം? 120 plus x divided by 180 is equal to 1/1. Cross multiply ചെയ്യുമ്പോൾ 120 plus x is equal to 180. Therefore x 120 അപ്പുറം minus 120. X is equal to 60. So 60 ഞാൻ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? 50%. That means 1:1 എന്ന രീതിയിലേക്ക് എത്തിക്കാം. ഓക്കെ. സോ എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ ഒരു നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ്റെ ഒരു പ്രോപ്പർട്ടി, ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യേണ്ടി പോകത്തില്ല. ഇൻ വാട്ട് റേഷ്യോ ടി വർത്ത് ₹10 kg മിക്സ്ഡ് വിത്ത് ടി വർത്ത് ₹. രണ്ടും എന്താണ്? സെയിം ടൈപ്പ് ആണ്, സെയിം കൈൻഡ് ആണ്. രണ്ടും ടി ആണ്. രണ്ടിൻ്റെയും കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഡിഫറൻസ് ആണ് 10, 15. നമുക്ക് നോക്കാം. 10 ഇതുള്ളത് എത്രയായിട്ട് മിക്സ് ചെയ്തു? 14 ആയിട്ട് മിക്സ് ചെയ്തു. ദെൻ ആവറേജ് എത്ര കിട്ടി? 11. നമ്മുടെ ഫോർമുല എന്താണ്? ഇവിടെ എ ബി സി ആണെങ്കിൽ
ratio will be A minus C more or less, B minus C more or less. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്ര വരും more or less or 10 minus 11 അല്ലെങ്കിൽ ഹയർ ക്വാണ്ടിറ്റി മൈനസ് ലോവർ ക്വാണ്ടിറ്റി എടുത്താലും മതി. ദെൻ ഇവിടെ വരും 14 minus 11. Okay, so that means നമുക്ക് എത്ര കിട്ടി? 3:1. ഡയറക്റ്റ് ആൻസറിലേക്കാണ് വരുന്നത്. 3:1 ആണ് നമ്മുടെ ആൻസർ. In what ratio T worth rupees 10 kg be mixed with T worth rupees 14 kg, so that the average price of mixture is 11 per kg rupees 7. So that means 3:1. Formula എന്താണ്? A minus C ഇവിടെ വരും, B minus C, then the ratio. Okay, very important. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇതിന്റെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണം. ഇവിടെ എല്ലാം എന്താണ് കിലോഗ്രാം, അതിന്റെ ഒരു കോസ്റ്റ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു വെറൈറ്റി നോക്കാം. In what ratio a person rice costing rupees 60 per kg and rice costing 50 per kg mixture cost. Okay, so രണ്ടിന്റെയും കോസ്റ്റ് ആണ്, രണ്ടും രണ്ട് റൈസ് ആണ്, സെയിം കൈൻഡ് ആണ്, ഡിഫറെന്റ് അതിന്റെ എന്താണ് കോസ്റ്റ് ഡിഫറെന്റ് ആണ്. 60 50 മിക്സ് ചെയ്യുന്നു. എത്രയാണ്? 64. നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് വരും? 60 minus 64 അല്ലെങ്കിൽ 64 minus 60, ഹയർ മൈനസ് ലോവർ. And 50 minus 64 in between ratio 14:4. Okay, നമുക്ക് എപ്പോഴും റേഷ്യോ എത്രയാണ്? സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7:2. ആൻസർ 7:2. Okay, answer 7:2. That means none of these. 7:2. 7:2. Then next question, another variety. In what ratios two varieties of rice worth rupees 60 and 65 kg and sells the mixture at 68.2 gain? Okay, so that means ഇവിടെ രണ്ടും എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ്. അതിനകത്ത് എന്താണ്? കോസ്റ്റിന്റെ 10% പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിനും കൂടെ ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ പറഞ്ഞ എന്താണ്? എല്ലാം ഒരേ രീതിയിലായിരിക്കണം. ഒന്നേ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ എല്ലാം കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം, 3 ക്വാണ്ടിറ്റിയും. ഒന്നിലെല്ലാം എന്തായിരിക്കണം? ഗെയിൻ ആണെങ്കിൽ എല്ലാം ഗെയിൻ, എല്ലാം സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ എല്ലാം സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ രണ്ടെണ്ണം എന്താണ് കോസ്റ്റ് പ്രൈസ്? 60 65. ഇതെന്താണ്? കോസ്റ്റ് പ്രൈസിലാണ്. കോസ്റ്റ് പ്രൈസിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? ഇവിടെയും എന്തിൽ തന്നെ വരണം? കോസ്റ്റ് പ്രൈസിൽ വരണം. ബട്ട് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റിയെടുക്കണം? കോസ്റ്റ് പ്രൈസിലേക്ക്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് കോസ്റ്റ് പ്രൈസ് 100 ആക്കി എടുക്കാം. 100 ആണ് വിചാരിക്കാം, 100% ആയിരിക്കും. ഓക്കെ, ഗെയിൻ 10% എത്രയാണ്? അതിൻ്റെ കൂടെ 10% കൂടെ ആഡ് ചെയ്യുന്ന എത്രയാവും? സെല്ലിംഗ് പ്രൈസ് കിട്ടും, അത് 110% അല്ലേ? നമുക്ക് നോക്കാം. ഈ 68.2 എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ അതിന്റെ കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? 68.2 ഡിവൈഡഡ് ബൈ 110. നമുക്ക് ഒരെണ്ണത്തിന് കിട്ടും ഇൻറ്റു 100. ഇതൊക്കെ നമുക്ക് എന്താ കിട്ടും? കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് നമ്മൾ എന്ത് ഒഴിവാക്കി കളഞ്ഞു? ആ 10% പ്രോഫിറ്റ് ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് 62 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 68.2 ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100, 62. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? എല്ലാം എന്താണ്? സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു, ഇതിനെ കോസ്റ്റ് പ്രൈസിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് എന്താ നമ്മുടെ ഫോർമുല യൂസ് ചെയ്യാം. 60 minus 2 32. 65 minus 62 വരും 3. സോ ആൻസർ 3:2. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഗെയിൻ 10%. ദാറ്റ് മീൻസ് കോസ്റ്റിന്റെ പുറത്ത് 10% കോസ്റ്റ് വന്നതായിട്ട് എടുക്കണം. സംടൈംസ് നമുക്ക് എന്ത് വരും? അടുത്ത പ്രോബ്ലം നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്നത്. സെയിം പ്രൈസിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയും. ആ കേസാണ് നമ്മൾ അടുത്തത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്ത് ചെയ്തു? രണ്ടും കോസ്റ്റ് പ്രൈസ് ആയിരുന്നു. അടുത്ത സെല്ലിംഗ് പ്രൈസ് ആയിരുന്നു. കോസ്റ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് ആ ഒരു സെല്ലിംഗ് 100 കോസ്റ്റ് പ്രൈസ്, 110 സെല്ലിംഗ് പ്രൈസ്. 68.2 എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്. 110% ആണ് 68.2. അങ്ങനെയാണെങ്കിൽ 100% എത്ര? അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസ്. Then next question. A man mixes tea costing
6.92 kilogram with tea costing 7.7 kg and sells the mixture at 8.8 kg per kg, earns a profit of 17.5% on sale price. Okay. Very important. So cost എത്രയൊക്കെയായിരുന്നു 6.92 7.77. നമുക്ക് ഇവിടെ പിന്നെ എന്ത് വേണം, കോസ്റ്റ് പ്രൈസ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടാവൂ. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 8.80. അതിനകത്ത് 7.5% പ്രോഫിറ്റ് ഉണ്ട്. സെല്ലിംഗ് പ്രൈസിന്റെ 7.5% ആണ് പ്രോഫിറ്റ് ആയിട്ട് കിടക്കുന്നത്. സോ നേരത്തെ നമ്മൾ ഗെയിൻ ആയിരുന്നു. ദാറ്റ് മീൻസ് നോർമലി അങ്ങനെ ഗെയിൻ തന്നെ നമ്മൾ കോസ്റ്റിന്റെ പുറത്താണ് നടക്കുന്നത്. ഇത് സെല്ലിംഗ് പ്രൈസിന്റെ 7.5% എന്താണ് പ്രോഫിറ്റ് ആണ്. സോ നമുക്ക് സെയിൽ പ്രൈസ് 100% ആയിട്ട് എടുക്കാം. ഓക്കെ. സോ ഇതിനകത്ത് ഈ സെല്ലിംഗ് പ്രൈസിൽ എത്രയാണ് 17.5, ഇതിന്റെ 17.5% പ്രോഫിറ്റ് ആണ്. ഓക്കെ. പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട് 100ന്റെ 17.5%. സോ ദാറ്റ് മീൻസ് 17.5, 100ൽ 17.5 എന്താണ് പ്രോഫിറ്റ് ആണ്. സോ കോസ്റ്റ് പ്രൈസ് എത്ര വരും, സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ്. സോ ദാറ്റ് മീൻസ് 100 മൈനസ് 17.5 എത്ര വരുന്നുണ്ട് 82.5% ആണ് എത്ര വരുന്നത് കോസ്റ്റ് പ്രൈസ് വരുന്നത്. ഓക്കെ. സോ ദാറ്റ് മീൻസ് 8.8 ഡിവൈഡഡ് ബൈ 100 ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. നമ്മുടെ എത്രയാണ് കോസ്റ്റ് പ്രൈസ് എത്രയാണ് 82.5. സോ ആൻസർ എത്ര വരും, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 7.26 എന്നാണ് വരുന്നത്. 7.26 വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ സെല്ലിംഗ് പ്രൈസിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് പ്രോഫിറ്റ് 7.26. ദെൻ നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. 6.92 minus 7.26, then 7.77 minus 7.26. So calculate ചെയ്ത ആൻസർ കണ്ടുപിടിക്കാം. 0.51 is to 0.34 ആണ്. 0.51 നമുക്ക് 17 into 2 34, 17 into 3 51. So 51 is to നമുക്ക് ഇങ്ങനെ എഴുതാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ 51 is to 34 എന്ന് എഴുതാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം 70 എടുക്കുമ്പോൾ 3 is to 2, 3 is to 2, 3 is to 2 answer. Then next question, very important. Two solutions 90% purity and 97% purity are mixed, resulting 21 liters of 95% purity. Okay. 90% purity, 97% purity mix ചെയ്യുമ്പോൾ എത്രയാണ് 95% ആണ്. സോ എല്ലാം സെയിം ക്വാണ്ടിറ്റി ആണ് വരുന്നത്. സോ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും 90 മൈനസ് 95 മുകളിൽ ആയിട്ട് 5, then 97 minus 95 മുകളിൽ ആയിട്ട് 2. That means 2 is to 5 ലാണ് എടുത്തിരിക്കുന്നത് എന്ത് 21. Okay. So that means നമുക്ക് നോക്കിയാൽ അറിയാം 21 into 2 divided by total ആണ് 7. പിന്നെ 3 2 is to 5 means total 7 ഉള്ളത് 2 is to 5 വിധിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് 21 നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ആക്ച്വൽ എത്ര വരും 21 7 കൊണ്ട് നമ്മൾ കിട്ടിയപ്പോൾ 3 into 2 6 liters ആണ് വരുന്നത്. 90% purity mixture വരുന്നത്. What is the quantity of 90% purity in this mixture? Okay. Then next question, cost of rice is 15 kg, cost of rice B 20 kg, both are mixed in the ratio 2:1. Okay. അതായത് റേഷ്യോ തന്നിരിക്കുന്നു, ആവറേജ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് റൈസ് 15 then 20, നമുക്ക് ഇത് വേണമെങ്കിൽ ആവറേജ് എന്നിടാം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് റേഷ്യോ 2:3. നമുക്ക് ഇൻ ബിറ്റ്വീൻ ആവറേജ് ആയതുകൊണ്ട് ഇത് 15നേക്കാൾ വലുതായിരിക്കും, 20യെക്കാട്ടിലും ചെറുതായിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എടുക്കാം 20 മൈനസ് ആവറേജ് divided by average minus 15 is equal to 2/3. ശ്രദ്ധിക്കണം 2/3 ആണ്, 3/2 അല്ല. സെക്കൻഡ് മൈനസ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെയാണ് വരുന്നത്.
then cross multiply 3 into 20 minus average is equal to 2 into average minus 15. That implies 60 minus 3 average equal to 2 into average minus 30. Okay. Minus 30 plus 30, 90, minus 3 average plus 2 average, minus 3 RHS plus 5 average. Okay. That implies average is equal to 90 minus 5 equal to 18. Okay. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് 2:3 കിട്ടിയാൽ നമുക്ക് ഇവിടെ ചോയ്സിൽ നിന്ന് ചുമ്മാ ഒരു വാല്യൂ ഇട്ട് കൊടുക്കേണ്ട. ഇവിടെ 16 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് 3 കിട്ടത്തില്ല. ഇവിടെ എന്താണ് 18 ആകുമ്പോൾ എന്താണ് 5, 18 മൈനസ് 15 3, 20 മൈനസ് 18 10. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്താണ് ഇത്രയും ചെയ്ത് സമയം കളയുന്നില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇട്ട് കൊടുത്താൽ 2:3 നമുക്ക് തന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റെപ്സിന് മാർക്കില്ല, ബട്ട് അറിഞ്ഞിരിക്കണം ഇങ്ങനെയാണ് നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഇവിടെ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 minus 15 minus 18 minus 8 modulus 3, then 20 minus 18 2. Okay. Then next question. A plus B, sorry, A is to B, angle A by B equal to C by D. Then A minus B divided by A plus B equal to C minus D divided by C plus D. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി എവിടെയും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. A plus B divided by A minus B equal to C plus D divided by C minus D ആണെങ്കിൽ ഇതെന്താണ്? കോമ്പോണന്റോ ആൻഡ് ഡിവിഡന്റോ. നേരെ റിവേഴ്സിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഇല്ല. ഇത് ഇൻവെർട്ടന്റോ പ്രോപ്പർട്ടി അല്ല, അഡൻഡോ അല്ല, ഓൾട്ടർനേറ്റോ പ്രോപ്പർട്ടി അല്ല, നൺ ഓഫ് ദീസ്. ഓക്കെ. സോ കോമ്പോണന്റോ ആൻഡ് ഡിവിഡന്റോ പ്രോപ്പർട്ടി റിവേഴ്സിലായിരിക്കണം. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇല്ല. സോ തന്നിരിക്കുന്നതിൽ എന്താണോ ഒന്നുമായിട്ടും സ്യൂട്ട് ആകത്തില്ല. ദെർഫോർ നൺ ഓഫ് ദീസ്. Next question. 2 vessels contain milk and water in the ratio 9:5 and 4:3 respectively. Both are mixed into a new vessel. Find the ratio of milk and water in the new vessel. Okay. ഇതൊന്ന് നോക്കാം. ഒരു ഷോർട്ട്കട്ട് മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത് വെസൽ 1 എങ്ങനെയാണ് വരുന്നത്? 9:5, വെസൽ 2 4:3. Okay. സോ വെസൽ 1 തന്നിരിക്കുന്ന വാല്യൂസ് ആഡ് ചെയ്യുക. 9 plus 5 equal to 14. Then vessel 2 4 plus 3 equal to 7. ഈ 14ന്റെയും 7ന്റെയും LCM എത്ര വരും? 14 ആണ് വരുന്നത്. ഈസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ 14. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഇവിടെ നോക്കാം 14 ആണ് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ദാറ്റ് മീൻസ് ഈ പറയുന്ന റേഷ്യോനെ 9:5 into 1, 9:5 into 1, 4:3 into 2. ഓക്കെ. ഇനി നമുക്കറിയുന്നത് രണ്ട് ഇത് നമ്മുടെ മിക്സർ പുതിയ മിക്സറിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഇത് മിൽക്ക് ഇത് വാട്ടർ, ഇത് മിൽക്ക് വാട്ടർ. ഓക്കെ. വെസൽ 3ലേക്ക് വരുമ്പോഴത്തേക്കും മിൽക്ക് എത്രയാണ്? 9 into 1 plus 4 into 3 മിൽക്ക് ഈസ് ടു. വാട്ടർ ആണെങ്കിലും 5 into 1. ഓക്കെ. രണ്ടിനെ ഒരേപോലെ 9 into 1 ആണ് 5 into 1. 2 ആയതുകൊണ്ട് പ്ലസ് 3 into 2. നോക്കാം. 9 into 1, 4 into 3 അല്ല 2. ഓക്കെ. ഇവിടെ 4 into 3 അല്ല, ഇതാണ് into 2 ആണ് വരുന്നത്. ദെൻ 9 plus 8 17 is to 5 plus 6 11. So ratio. So first വെസലിലുള്ളത് അതിൻ്റെ ആഡ് ചെയ്തു. ദെൻ LCM കണ്ടുപിടിച്ചു. LCM കിട്ടുന്ന എത്രയാണെന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഓരോ റേഷ്യോനെ. ദെൻ കറസ്പോണ്ടിങ് 9 into 1 plus 4 into 8 എന്ന് പറഞ്ഞാണ് പുതിയ വെസലിലെ മിൽക്ക്. ദെൻ 5 into 1 plus 3 into 2 എന്ന് പറഞ്ഞാണ് പുതിയ വെസലിലെ വാട്ടർ. സോ റേഷ്യോ വിൽ ബി 17:11. 17:11. Okay. Then next problem.
two vessels A and B contain milk and water in the ratio 5:2 and 7:6. Find the ratio in which mixture to be mixed to obtain a new mixture in vessel C containing milk and water in the ratio 8:5. Okay. Vessel A 5:2. Vessel B 7:6. Vessel C 8:5. Okay. So this one ഇവിടെ എത്രയാണ് 5 + 2 7 7 + 5 + 2 = 7 7 + 6 = 13 8 + 5 also 13 മൂന്നിൻ്റെയും LCM എന്ത് വരാം 13 × 7 91 കാൽക്കുലേറ്റ് നോക്കിയേക്കാം 91 സോ ഫസ്റ്റ് ഇത് നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 7 ആയതുകൊണ്ട് 13 കൊണ്ട് LCM കിട്ടാനായിട്ട് 7 ആയതുകൊണ്ട് 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സെക്കൻഡ് റേഷ്യോനെ 13 ആയതുകൊണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം തേർഡ് റേഷ്യോനെ 13 ആയതുകൊണ്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ സോ നമ്മളിത് മിൽക്ക് ഇത് വാട്ടർ ഓക്കെ സോ നമ്മൾ മിൽക്കിൻ്റെ മാത്രം തൽക്കാലം നമ്മൾ മിൽക്കിൻ്റെ മാത്രം എടുക്കുകയാണ് ആ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് മിൽക്കിൻ്റെ മാത്രം എടുത്തു കഴിഞ്ഞാൽ 5 × 13 തോന്നുന്നുണ്ട് 65 ഓക്കെ 7 ഇൻറ്റു ഇവിടെ 13 ആയതുകൊണ്ട് 7 ആകുന്നു ഒന്നല്ല 91 ആണ് LCM വരുന്നത് 13 അല്ല LCM വരുന്നത് ഇവിടെ വെച്ച് വരും 7 തന്നെ വരും 7 1 അല്ല 7 വരും 7 × 7 49 then 8 × 7 നമ്മൾ മിൽക്കിൻ്റെ മാത്രം എടുക്കുകയാണ് വരും 56 ഓക്കെ അല്ലേ ഇത് ഫസ്റ്റ് വെസലിൻ്റെ അത് സെക്കൻഡ് വെസലിൻ്റെ ഇത് മിക്സ് ചെയ്ത വെസലിൻ്റെ ഇതിൻ്റെ മിൽക്കിൻ്റെ റേഷ്യോ ആണ് നമുക്ക് നോക്കാം നമുക്കിനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അലിഗേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം ഫസ്റ്റ് വെസൽ എത്രയായിരുന്നു 65 സെക്കൻഡ് വെസലിൽ 49 രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആവറേജ് വരുന്നുണ്ട് 56 സോ എത്രയായിരിക്കും ഡിഫറൻസ് 65 - 56 വരുന്നുണ്ട് 9 ഇവിടെയോ 49 - 56 = 7 സോ ദാറ്റ് മീൻസ് 7:9 ആണ് നമ്മുടെ പുതിയ വരുന്ന റേഷ്യോ 7:9 ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ പ്രപ്പോർഷൻസ് വരുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മുടെ റേഷ്യോസിൻ്റെ പ്രോബ്ലം നമ്മൾ 40 പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്ന പ്രപ്പോർഷൻ നമ്മുടെ ബാക്കി 2 ഏരിയാസ് നമ്മൾ ഇതിനകത്ത് വരുന്നത് ഇൻഡീസസ് ലോഗരിതംസ് ആണ് ഇൻഡീസസിൽ നമ്മൾ സേർട്സ് കൂടെ ഡിസ്കസ് ചെയ്യും സോ ആ 2 ഏരിയ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അഡീഷണൽ പ്രോബ്ലംസ് നമ്മൾ ലൈവായിട്ട് വന്നിട്ട് ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞ് വരുന്ന മണ്ടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക അപ്പോൾ ഡൗട്ട്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് ലൈവ് സെക്ഷനിൽ അത് വരുന്ന ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യാം ഓക്കെ താങ്ക് യു